ബൈജൂസ് ആപ്പിനെതിരെ പരാതിയുമായി ഓപ്പോ കമ്പനി 13 കോടി രൂപ നൽകാനുണ്ടെന്ന് കാട്ടി ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണലിലാണ് പരാതി നൽകിയത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, എന്താണ് പരാതി? കഴിഞ്ഞ മാസമാണ് ഒപ്പോ കമ്പനി നിയമ ട്രൈബ്യൂണലിനെ സമീപിക്കുന്നത്. ഈ പരാതിയിൽ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പോ നിർമ്മിക്കുന്ന ഫോണുകളിൽ ബൈജൂസ് ആപ്പ് പ്രീ ഇൻസ്റ്റാളായി ചെയ്യുന്നതിന് വേണ്ടി ഒരു കരാർ കമ്പനിയുമായി ബൈജൂസ് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ കരാറിന്മേൽ നൽകേണ്ട തുക ബൈജൂസ് നൽകിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഒപ്പോ പരാതി നൽകിയിരിക്കുന്നത്. 13 കോടി രൂപ ബൈജൂസ് നൽകണം എന്നതാണ് കമ്പനി നിയമ ട്രൈബ്യൂണലിൽ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. നേരത്തെ BCCIയും സമാനമായ രീതിയിൽ ബൈജൂസിൽ നിന്ന് കിട്ടാനുള്ള പണം സൂചിപ്പിച്ചുകൊണ്ട് കമ്പനി നിയമ ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. ബൈജൂസിന് പണം നൽകിയ നിക്ഷേപകർ പലരും ഈ തരത്തിൽ പരാതിയുമായി എത്തിയിരുന്നു. ഇതിൽ ഒരു നിക്ഷേപകൻ, ഫ്രാൻസിൽ നിന്നുള്ള ഒരു നിക്ഷേപകനുമായി കഴിഞ്ഞ ദിവസം ബൈജൂസ് ഒരു ധാരണയിൽ എത്തുകയും ആ പരാതി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പരാതി പിൻവലിക്കുമ്പോൾ കൂടുതൽ പേർ ഇത്തരത്തിൽ പരാതിയുമായി എത്തുന്നത് ബൈജൂസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി രൂക്ഷമാക്കും. കഴിഞ്ഞ ദിവസം ദേശീയ കമ്പനി കാര്യ മന്ത്രാലയം നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ബൈജൂസ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ല, അനാസ്ഥ കെടുകാര്യസ്ഥതയാണ് ഭരണ വിഭാഗത്തിൽ ബൈജൂസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടാണ് വലിയ പ്രതിസന്ധിയിലേക്ക് കമ്പനി പോയത് എന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. അങ്ങനെ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് ആശ്വാസമായി മാറുമ്പോഴാണ് കൂടുതൽ കമ്പനികൾ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ബൈജൂസിനെതിരെ കേസുമായി മുന്നോട്ട് പോകുന്നത്. ബൈജൂസ് ആപ്പിനെതിരെ ഒപ്പോയുടെ പരാതി.